ഞങ്ങൾ പിന്നെ മൂഞ്ചാനാണോ ചാനൽ തുടങ്ങിയത്? ഇപ്രകാരം ഒരു തലക്കെട്ട് കാണുമ്പോൾ പലർക്കും അസ്വസ്ഥത ഉണ്ടായേക്കാം. ദയവായി ക്ഷമിക്കുക. ഇപ്പോൾ നടക്കുന്ന ചില ചാനൽ ആവാസങ്ങൾ കാണുമ്പോൾ ഇപ്രകാരം ഒരു തലവാചകം കൊടുക്കുവാനേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ. ക്ഷമിക്കുക. ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് പൊങ്ങി വന്ന 2 ചാനലുകൾ ഞാൻ പേര് പറയാതെ തന്നെ പ്രേക്ഷകർക്കറിയാം. അവരെങ്ങനെയാണ് മുൻനിരയിലേക്ക് എത്തിയതെന്ന്. അതിൻ്റെ പിന്നിലുള്ള ചില സത്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഇത് മനസ്സിൽ വെച്ച് വേണം ഇവർ പടച്ചുവിടുന്ന വാർത്തകൾ നിങ്ങൾ വിലയിരുത്തുവാൻ, വിശ്വസിക്കുവാൻ. ഏതാണ് ആ 2 ചാനലുകൾ? ഒന്ന്, മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാരുടെ മരംകൊത്തി ചാനൽ. 2, ശ്രീകുണ്ടൻ തിരുവടികൾ ചിട്ടിമുതലാളിയെ മുന്നിൽ നിർത്തി നടത്തുന്ന 2-4 ചാനൽ. ഈ 2 ചാനലുകളുടെ പിന്നിലുള്ള സത്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം. ഇവ രണ്ടും ഇടതുപക്ഷത്തെ ഒരു പ്രമുഖന്റെ മുഖ്യ ഫണ്ടിങ്ങോടുകൂടി നടത്തുന്ന ചാനലുകളാണ്. മുന്നിൽ നിൽക്കുന്ന മരം കൊള്ളക്കാരനും ചിട്ടിമുതലാളിയും എല്ലാം വെറും ബിനാമികൾ മാത്രം. ഇടതുപക്ഷ നേതാവ് സമാഹരിച്ച പരിധിയില്ലാത്ത കള്ളപ്പണമാണ് ഈ 2 ചാനലുകളുടെയും പ്രധാന മൂലധനം. പണം ഒരു പ്രശ്നമല്ല, പക്ഷേ 2 കൊല്ലത്തിനുള്ളിൽ ചാനലുകൾ മുൻപന്തിയിലെത്തണം എന്ന ഒരൊറ്റ കണ്ടീഷൻ മാത്രം വെച്ചാണ് നേതാവ് ബിനാമികളെ മുന്നിൽ നിർത്തി ചാനലുകൾ ആരംഭിച്ചത്. ആദ്യം ശ്രീകുണ്ടനെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വിജയകരമാക്കി. പറഞ്ഞ സമയം കൊണ്ട് തന്നെ ചാനലിനെ മുൻനിരയിൽ എത്തിച്ചു. അതിനായി വലിയ ശമ്പളം കൊടുത്ത് മറ്റ് മുൻനിര ചാനലുകളിൽ നിന്നും മിടുക്കരായ വാർത്താ അവതാരകരെയും സാങ്കേതിക പ്രവർത്തകരെയും റിപ്പോർട്ടർമാരെയും വിലക്കെടുത്തു. പക്ഷേ വളരെ നിഷ്പക്ഷർ എന്ന വ്യാജേന അവർ ജനപക്ഷത്ത് നിന്ന് ആദ്യം വാർത്തകൾ അവതരിപ്പിച്ചു. നല്ല ദൃശ്യചാരുതയോടെ, സാങ്കേതിക മികവോടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ കാണുന്ന രൂപേണ വാർത്തകളെ അവർ അവതരിപ്പിച്ചപ്പോൾ ജനങ്ങൾ അതിലേക്ക് ആകൃഷ്ടരായി. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ഇടത് സർക്കാരിനെ വളരെയേറെ അനുകൂലിക്കുന്ന തരത്തിൽ എതിരാളികളെ കടന്നാക്രമിച്ച് ഭരണം പിടിച്ചെടുക്കുവാൻ അവരെ ചാനൽ ചില്ലറയൊന്നുമല്ല സഹായിച്ചത്. തേജോവധം ചെയ്യേണ്ടുന്നവരെ നിർദാക്ഷിണ്യം അവർ തീർത്തു കൊടുത്തു. പക്ഷേ ഇടതുപക്ഷക്കാരനായ മുഖ്യനാണ് മുഖ്യ ഇൻവെസ്റ്റർ എന്ന് തിരിച്ചറിയാതെ മുന്നിൽ ഒരു ഷീൽഡിട്ടായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. ഇനിയും തുടർഭരണം പിടിക്കണമെങ്കിൽ ഒരു ചാനൽ കൂടി തങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ അത് സാധ്യമാകും എന്ന് മനസ്സിലാക്കിയാണ് ഇടതുമുഖ്യൻ 2ാമത്തെ ചാനലിനും ഇൻവെസ്റ്റ് ചെയ്തത്. കടം കൊണ്ട് മുടിഞ്ഞ് ചാനൽ പൂട്ടുവാൻ നിന്നപ്പോൾ കിണറേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്നും ചുളുവിലയിൽ അവർ ആ ചാനലിൻ്റെ ഷെയറുകളെല്ലാം കരസ്ഥമാക്കി. മരമുറിക്കള്ളന്മാരെ ഉടമകളാക്കി മുന്നിലും നിർത്തി. കത്തോലിക്ക സഭയിലെ ചില വലിയ തീവട്ടികളുടെ കള്ളപ്പണവും ഇൻവെസ്റ്റ്മെൻറ്റായി ഉണ്ട്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയോടുള്ള ഇവരുടെ സമീപനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശ്രീകുണ്ടൻ്റെ തണലിൽ ഒരാഴ്ച മുരടിച്ച ശ്വാസം മുട്ടിച്ച് നിന്ന മുട്ടയ്ക്ക് പരമാധികാരം കൊടുത്ത് പുതിയ മരംകൊത്തി ചാനലിൻ്റെ തലപ്പത്താക്കി. മറ്റ് ചാനലുകളിൽ നിന്ന് കൊടുക്കുന്ന പണത്തിന് നന്നായി പണിയെടുക്കുന്ന ആളുകളെ കൂടെ റിക്രൂട്ട് ചെയ്തു. സെൻസേഷണലിസത്തിൽ ഫോക്കസ് ചെയ്ത് അവരും ഏതാണ്ട് മുൻനിരയിൽ എത്തിക്കഴിഞ്ഞു. കണ്ടന്റിൽ വീക്കാണെങ്കിലും ഇക്കിളിപ്പെടുത്തുന്ന കഥകളും അവതാരകരുടെ മുഴുപ്പും തുടിപ്പും വയറും കക്ഷവും ഒക്കെ കാണിച്ച് അവർ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു. മരംകൊത്തി ചാനൽ 2-4 ചാനൽ കൈരളി ചാനൽ കൂടിയായപ്പോൾ ഇവർ ഒരു മീഡിയ സിൻഡിക്കേറ്റായി. ഇവർ ഒന്നിച്ചു നിന്ന് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, പരസ്പരം ഏറ്റുപിടിക്കുന്നു. ഗത്യന്തരമില്ലാതെ മറ്റ് മലയാള മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്നു. അതാണിപ്പോൾ കേരളത്തിലെ ഒരു ന്യൂസ് ഫ്ലോയുടെ പാറ്റേൺ. ശരിക്കും മുൻപേ ഓടുന്ന ആങ്കർ ചാനലായി ഇവർ സ്വയം എമേർജ് ചെയ്തു. മറ്റുള്ളവർ പുറകെ ഓടുന്നു. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും നേട്ടം കൊയ്യുകയും ഇടതിൻ്റെ പ്രതിയോഗികളെ നിലംപരിശാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ 3 ചാനലുകളും ഇപ്പോൾ വാർത്തകൾ പടച്ചുവിടുന്നത്. ഉദാഹരണം പറയാം. ഇവരുടെ ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ ആരും മറന്നിരിക്കുവാൻ ഇടയില്ല. നിലമ്പൂർ മൂരി അൻവറിനെ മുന്നിൽ നിർത്തി ആഴ്ചകൾ നീണ്ട വിവാദം ഇവർ പ്ലാൻ ചെയ്ത ക്യാമ്പയിനാണ്. സകല മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പാഞ്ഞു. ഒടുവിൽ എല്ലാം പാളി. ഏറ്റവും പുതിയ ഈ മീഡിയ സിൻഡിക്കേറ്റുകളുടെ ജോയിൻ്റ് ഓപ്പറേഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന അസംഘടിത ആക്രമണം. ഇവർ 3 പേരും 3 സൈഡിൽ നിന്ന് വാർത്തകൾ പമ്പ് ചെയ്യുന്നു. മറ്റുള്ളവരും അത് ഏറ്റുപിടിക്കുന്നു. ഒടുവിൽ ഇവരുടെ പ്രഷർ സഹിക്കവയ്യാഞ്ഞ് ലക്ഷ്യം സാധ്യമാകുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഒരൊറ്റ ദിവസം കൊണ്ട് രാഹുലിൻ്റെ രാജി ഇവർ നേടിയെടുത്തു. അടുത്ത ശ്രമം രാഹുലിൻ്റെ MLA സ്ഥാനം തെറിപ്പിക്കുക എന്നതാണ്. ഈ മണ്ടൻ കോൺഗ്രസ്സുകാർക്ക് മാത്രം പക്ഷേ ഇതൊന്നും മനസ്സിലാകുന്നില്ല. ചാനൽ മാത്രമല്ല, ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങുകളും വളരെ ശക്തമാണ്. അവർ ഒരു ആർട്ടിലറി കവറേജ് നൽകുന്നതോടെ ക്യാമ്പയിനും ശക്തമാകുന്നു. ഇന്ന്
ഈ മാധ്യമങ്ങൾ ഓൺ ചെയ്യുന്നത് ആരാണ് എന്ന് മാത്രം നിങ്ങളൊന്ന് ചിന്തിക്കുക. മുട്ടിൽ മരമുറി കേസിലെ കൊടും കുറ്റവാളികൾ, കോടാലിയുമായി 400-ലധികം വർഷം പ്രായമുള്ള രാജകീയ വൃക്ഷങ്ങൾ വെട്ടിക്കടത്തിയ കേസിലെ കൊടും ക്രിമിനലുകൾ, ചിട്ടി ഹവാല മുതലാളിമാർ, വേശ്യാലയം നടത്തിപ്പുകാരൻ, ക്വാറി മുതലാളികൾ, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ, ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരുന്ന് വാർത്ത വായിക്കുന്നവർ, ഇവന്മാർക്ക് വേണ്ടി വാർത്ത കുക്ക് ചെയ്ത് അവതരിപ്പിക്കുന്ന വെറും വാർത്താ തൊഴിലാളികൾ. അവൻ ഡെയിലി ടച്ചിന് വേണ്ടി മറ്റവൻ്റെ ആവശ്യപ്രകാരം പടച്ചുവിടുന്ന വാർത്തകളാണ് നമ്മൾ വാർത്ത എന്ന് പറഞ്ഞ് കാണുന്നത് എന്ന് മനസ്സിലാക്കുക. മരം കൊള്ളക്കാരനോട് ഇവരുടെ തരികടകൾ അറിയാവുന്ന ഒരു സുഹൃത്ത് എന്തുവാടേ പടച്ചുവിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ ഇന്ന് കൊടുത്ത ഇന്നത്തെ തലക്കെട്ട്. ഞങ്ങൾ പിന്നെ മൂഞ്ചാനാണോ ചാനൽ തുടങ്ങിയത് എന്ന്. ഇവന്മാരുടെ ഓരോ വാർത്തയും കാണുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം മുഴങ്ങണം, ഞങ്ങൾ പിന്നെ മൂഞ്ചാനാണോ ചാനൽ തുടങ്ങിയത്? ഈ പടച്ചുവിടുന്ന വാർത്തകൾ ആർക്കു വേണ്ടി? ഓരോ വാർത്തയും കാണുമ്പോൾ നിങ്ങൾ ഈ ചോദ്യം മനസ്സിൽ ചോദിക്കുക, ഇത് ആർക്കു വേണ്ടി? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.